പാതിരാത്രി വരെ അദ്ദേഹത്തിനെ കൊണ്ട് ഒന്നും സാധ്യമാകുന്നില്ല. അപ്പോൾ അദ്ദേഹം ലൂസിഫറിനോട് പറയുന്നു, എൻ്റെ ആത്മാവിന് പകരമായി നീ എന്നെ ഇതിന് സഹായിക്കുകയാണ് എങ്കിൽ ഞാൻ എന്നും നന്ദിയുള്ളവനായിരിക്കും. അങ്ങനെ പിശാച് ഏറ്റെടുക്കുന്നു. അദ്ദേഹം ഒരു രാത്രി കൊണ്ട് 36 ഇഞ്ച് വലിപ്പമുള്ള ഒരു പുസ്തകം സൃഷ്ടിക്കുന്നു, ഒരു വലിയ ബൈബിൾ. ചെകുത്താൻ വേദമോതുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരു ഡിമാൻഡ് മാത്രമേ ഉള്ളൂ, ദൈവത്തിന് പ്രിയപ്പെട്ടതിനെല്ലാം നശിപ്പിക്കുക, ദൈവത്തിനെതിരായിട്ട് നിൽക്കുക. എല്ലാം പെട്ടെന്ന് കിട്ടും എന്ന് തന്നെയാണ് സാത്താനെ ആരാധിക്കാൻ എല്ലാവരും പുറകെ പോകുന്നത്. സാത്താൻ അല്ലെങ്കിൽ ദൈവം വേറെ രണ്ടുപേരുടെയും കാര്യത്തിന് ഇടയ്ക്ക് പെട്ടുപോയ പാവങ്ങളാണ് നമ്മൾ മനുഷ്യർ. ഹായ്, ലൂസിഫറിൻ്റെ 2ാം പതിപ്പ് എമ്പുരാൻ ഇറങ്ങുന്ന ഈ അവസരത്തിൽ ആരാണ് ലൂസിഫർ, എന്താണ് ലൂസിഫർ, ഇവിടെ ഞങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. നമ്മോടൊപ്പം ആനന്ദ്. അദ്ദേഹം ഇത്തരം പുസ്തകങ്ങൾ ഒരുപാട് വായിച്ച് അറിവുള്ള ഒരാളാണ്. അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം. ആനന്ദേ, നമസ്കാരം. നമസ്കാരം. ആനന്ദേ, ഇപ്പോൾ ലൂസിഫറിൻ്റെ 2ാം പതിപ്പ് വരാൻ പോവുകയാണ്, എമ്പുരാൻ. അതിൻ്റെ ഒരു ത്രില്ലാണ് മലയാളികളെല്ലാവരും തന്നെ. എനിക്കൊരു ക്യൂരിയോസിറ്റിയോട് ചോദിക്കുകയാണ്, ആരായിരുന്നു ഈ ലൂസിഫർ? അത് ഒരുപാട് വിശ്വാസങ്ങളായിട്ട് ബന്ധപ്പെട്ടതാണ്. ചിലപ്പോൾ നാളെ അതൊരു വലിയ ചർച്ചയാവാം. എന്നാലും ഇപ്പോൾ സെമസ്റ്റിക് മതങ്ങൾ, ഉദാഹരണത്തിന് നമുക്ക് ആദ്യം യഹൂദ മതം എടുക്കാം. അതിലാണ് ഇതിൻ്റെ തുടക്കം എന്ന് പറയാം. ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും മനോഹരമായ, ഏറ്റവും സൗന്ദര്യമുള്ള മാലാഖയായിരുന്നു ലൂസിഫർ, മോർണിംഗ് സ്റ്റാർ. അദ്ദേഹം തികച്ചും എല്ലാ മാലാഖമാരായിട്ടും എല്ലാ സൃഷ്ടിയെക്കാട്ടും മികച്ചവനായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടേണ്ട ഒരു അവസ്ഥയുണ്ടായി. അദ്ദേഹം ദൈവത്തിൻ്റെ സിംഹാസനത്തിന് വേണ്ടി യുദ്ധം ചെയ്തു എന്ന് പറയുന്നു. ആ സമയത്ത് അദ്ദേഹത്തിനോട് കൂറ് പ്രഖ്യാപിച്ച 1/3 വിഭാഗം മാലാഖമാരും അദ്ദേഹവും പുറത്താക്കപ്പെട്ടു. അപ്പോൾ അദ്ദേഹമാണ് ലൂസിഫർ. അപ്പോൾ ലൂസിഫറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ ലാലേട്ടൻ പറഞ്ഞു ചെകുത്താൻ വേദം ഓതുന്നതിനെ കുറിച്ച്, ഇല്ലേ? അപ്പോൾ ചെകുത്താൻ്റെ വേദം എന്നറിയപ്പെടുന്നൊരു ബൈബിള് തന്നെയുണ്ട്. പക്ഷേ ലൂസിഫറിൻ്റെ ബൈബിൾ അല്ല അത്. ബൈബിള് തന്നെയാണ് ദൈവത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത്. പക്ഷേ അതിൽ ലൂസിഫറിൻ്റെ അഥവാ ചെകുത്താൻ്റെ ഒരു പടമുണ്ട്, പൂർണ്ണകായ ചിത്രം. ഈ പറഞ്ഞ ബൈബിളിൻ്റെ ഉത്ഭവം എങ്ങനെയായിരുന്നു? അതുപോലെ ഈ സാത്താൻ്റെ രൂപം എങ്ങനെയായിരുന്നു ഇതിനകത്ത് ആലേഖനം ചെയ്തത്? ഇതും പാപവുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറയേണ്ടി വരും. കാരണം ഈ ബൈബിളിൻ്റെ തുടക്കം ഒരു ആശ്രമത്തിൽ നിന്നാണ്, ക്രിസ്ത്യൻ മിഷണറീസിൻ്റെ ആശ്രമത്തിൽ നിന്നാണ്. അപ്പോൾ അവിടെ ഒരു പുരോഹിതൻ തെറ്റുകൾ ചെയ്തു. അപ്പോൾ അവർ കണ്ടെത്തിയിട്ട് അദ്ദേഹത്തിനെ ശിക്ഷിക്കണം, മരണശിക്ഷ. അദ്ദേഹത്തിനെ ചെവരിൽ അടക്കം ചെയ്യും ജീവനോടെ. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അദ്ദേഹം മഠത്തിൻ്റെ അധികാരിയോട് അല്ലെങ്കിൽ ആശ്രമത്തിൻ്റെ അധികാരിയോട് ഒരു ദിവസത്തെ സമയം ചോദിക്കും. ഒരു രാത്രി കൊണ്ട് അദ്ദേഹം എന്നേക്കുമായി ആശ്രമത്തിൻ്റെ പേര് നിലനിൽക്കുന്ന ഒരു സൃഷ്ടി, ഒരു പുസ്തകം രചിക്കാമെന്ന് പറയും. അങ്ങനെ അദ്ദേഹത്തിന് അത് അനുവദിക്കപ്പെടുന്നു. പാതിരാത്രി വരെ അദ്ദേഹത്തിനെ കൊണ്ട് ഒന്നും സാധ്യമാകുന്നില്ല. അപ്പോൾ അദ്ദേഹം ലൂസിഫറിനോട് പറയുന്നു, എൻ്റെ ആത്മാവിന് പകരമായി നീ എന്നെ ഇതിന് സഹായിക്കുകയാണ് എങ്കിൽ ഞാൻ എന്നും നന്ദിയുള്ളവനായിരിക്കും. അങ്ങനെ പിശാച് ഏറ്റെടുക്കുന്നു. അദ്ദേഹം ഒരു രാത്രി കൊണ്ട് 36 ഇഞ്ച് വലിപ്പമുള്ള ഒരു പുസ്തകം സൃഷ്ടിക്കുന്നു, ഒരു വലിയ ബൈബിൾ. അപ്പോൾ അന്ന് വരെയുള്ള എല്ലാ ബൈബിളിലെ എല്ലാ കാര്യങ്ങളും അതിൽ കൊടുത്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ നന്ദി പ്രകാശിപ്പിക്കാനായിട്ട് ഈ പുരോഹിതൻ നമ്മുടെ സാത്താൻ്റെ ഒരു പൂർണ്ണകായ ചിത്രം അതിൽ ഉൾപ്പെടുത്തുന്നു. അതിൻ്റെ പേരിലാണ് ഡെവിൾസ് ബൈബിൾ അഥവാ ചെകുത്താൻ്റെ വേദം എന്ന രീതിയിൽ അത് അറിയപ്പെടുന്നത്. അന്നത്തെ ലൂസിഫർ സിനിമയിൽ ലാലേട്ടൻ അതിഗാംഭീര്യത്തോടെ പറയുന്ന ഒരു പോർഷനുണ്ട്, ചെകുത്താൻ വേദമോതുന്നത് കേട്ടിട്ടുണ്ടോ? അത് കേട്ടപ്പോൾ തിയേറ്ററിലിരുന്ന ആളുകളിലൊക്കെ ഒരു വല്ലാത്തൊരു ഭീതിയിലൊക്കെ പോകുന്ന ഒരു സമയം കൂടിയായിരുന്നു. ചെകുത്താൻ അത്ര ഭീകരനായിരുന്നു. സത്യത്തിൽ സാത്താൻ എന്ന പദത്തിൻ്റെ അർത്ഥം കുറ്റവാളി അല്ലെങ്കിൽ തെറ്റ് ചെയ്തവൻ എന്നൊക്കെ ഉള്ളൂ. നമ്മൾ കരുതുന്ന പോലെ ഭീകരനല്ല. പക്ഷെ ആ യുദ്ധത്തോട് തുടർന്ന് ഇവർ ഭൂമിയിലേക്ക് എറിയപ്പെട്ടപ്പോൾ അവരുടെ ആ ഭംഗിയുള്ള രൂപമൊക്കെ മാറി ശരിക്കും ക്രൂരമായ നേത്രങ്ങളും ശരീരപ്രകൃതിയൊക്കെ അങ്ങനെ ക്രൂരമായിപ്പോയി. പക്ഷെ അവരുടെ വാശിയുണ്ട്. എന്തിനാണ്? ദൈവത്തിൽ നിന്നും മനുഷ്യനെ അകറ്റുന്ന വാശി. അത് അവരുടെ പ്രവൃത്തികളെ കൂടുതൽ ക്രൂരമാക്കി. അതാണ് നമ്മളീ കാണുന്ന ലഹരിയും യുദ്ധവും അങ്ങനെ പലതും നമ്മുടെ മനുഷ്യൻ്റെ മനസ്സിലും പ്രവൃത്തിയിലും എല്ലാം അതുണ്ട്. പല ആളുകളും സാത്താൻ വർഷിപ്പിലോട്ട് പോകുന്നു. കൂടുതലും വിദേശ രാജ്യങ്ങളിലാണ്.
എന്താണ് അവരെ ഇങ്ങനെ ആകർഷിക്കുന്ന അതിനകത്തൊരു ഘടകം എന്തായിരുന്നു? സ്വാതന്ത്ര്യം. അതായത് ചെകുത്താൻ വിശ്വാസികൾക്ക് നല്ല സ്വാതന്ത്ര്യമുണ്ട്, എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. ദൈവത്തിനെ എതിർക്കുന്ന എന്തും അവർക്ക് ചെയ്യാം. അത് സ്വാതന്ത്ര്യമാണെന്നല്ല പറഞ്ഞത്, പക്ഷേ അവരുടെ വികാരങ്ങൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർക്ക് നടക്കാം, വികാരങ്ങൾ എങ്ങനെയാണ് പ്രകടിപ്പിക്കാം. അവിടെ വലിയ നിയന്ത്രണങ്ങളൊന്നുമില്ല, എല്ലാം സുലഭമാണ്. MDMA എന്നല്ല, എല്ലാ ലഹരി പദാർത്ഥങ്ങളും സുലഭമാണ്, എല്ലാം. പക്ഷേ ഒരു ഡിമാൻഡ് മാത്രമേ ഉള്ളൂ, ദൈവത്തിന് പ്രിയപ്പെട്ടതിനെല്ലാം നശിപ്പിക്കുക, ദൈവത്തിനെതിരായിട്ട് നിൽക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അദ്ദേഹത്തിനൊപ്പം 1/3 മാലാഖമാരുണ്ട്. പിന്നെ മനുഷ്യരുടെ ഭൂരിഭാഗവും ഇപ്പം അദ്ദേഹത്തിൻ്റെ പാതയിലാണ് എന്ന് നമുക്ക് കാണേണ്ടിയിരിക്കും. ദൈവം നൽകുന്നതിനേക്കാൾ സുഖം കൂടുതൽ സാത്താന് നൽകാൻ കഴിയും. എളുപ്പത്തിൽ എങ്ങനെ സുഖസൗകര്യങ്ങൾ കിട്ടുമെന്ന് മനുഷ്യൻ ചിന്തിക്കുന്ന സമയത്താണ് ഇത്തരം വർഷിപ്പുകൾ. അതാണ് പോയിന്റ്. എളുപ്പം, എല്ലാം പെട്ടെന്ന് കിട്ടും എന്ന് തന്നെയാണ് സാത്താനെ ആരാധിക്കാൻ എല്ലാവരും പുറകെ പോകുന്നത്. പക്ഷേ തിരിച്ച് നമുക്ക് കിട്ടുന്നത്, ആ എളുപ്പമാർഗം നമുക്ക് വലിയൊരു നഷ്ടത്തിലോട്ടുള്ള യാത്രയാണ്. എളുപ്പത്തിന് വേണ്ടി ചെയ്ത് അവസാനം നിത്യനരകമാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. സാത്താനോട് കൂടെ തന്നെ അവിടെ കഴിയാം, സന്തോഷത്തോടെ കഴിയാം എന്നുള്ളതാണ്. നമ്മുടെ സനാതനധർമ്മത്തിൽ കർമ്മ, പുനർജന്മം, കർമ്മദോഷം ഒക്കെ ഉണ്ട്. ഈ സാത്താൻ വർഷിപ്പ് നടത്തുന്നവർക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കർമ്മ അവരെ ബാധിക്കുന്ന അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ആക്ച്വലി സനാതനധർമ്മത്തിനെ ചേർക്കാൻ വളരെ പാടാണ്. ഒന്ന്, പുനർജന്മം, പൂർവ്വജന്മം, ആ സങ്കല്പങ്ങളൊന്നും അതിലില്ല. സാത്താൻ അല്ലെങ്കിൽ ദൈവം വേറെ രണ്ടുപേരുടെയും കാര്യത്തിന് ഇടയ്ക്ക് പെട്ടുപോയ പാവങ്ങളാണ് നമ്മൾ മനുഷ്യർ, അവരുടെ മത്സരത്തിൽ. അപ്പോൾ അവിടെ പൂർവ്വജന്മം പുനർജന്മം ഇല്ല. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അതിൽ ദൈവത്തിനെ ആരാധിച്ചില്ല എങ്കിൽ നമ്മൾ നരകത്തിൽ പോകേണ്ടി വരും. സാത്താനെ പിൻപറ്റിയാലും ഇല്ലെങ്കിലും ദൈവത്തിനെ ആരാധിച്ചില്ലെങ്കിൽ നരകത്തിൽ പോകേണ്ടി വരും. നന്മ ചെയ്താലും തിന്മ ചെയ്താലും അവസാനം വിധിക്കുമ്പോൾ ദൈവാരാധന ഇല്ലാത്ത ഒരാൾ നരകത്തിലേ പോവുള്ളൂ. അതവരെ വിശ്വാസത്തിൻ്റെ പ്രമാണം. യഹൂദ മതത്തിലാണെങ്കിൽ കുറച്ച് വ്യത്യാസമുണ്ട്, അതിൽ ജനിക്കണം. ക്രിസ്ത്യാനി ആവാനാണെങ്കിൽ നമുക്ക് എപ്പോൾ വേണോ മതം മാറാം. ഇസ്ലാമിലും ഇത് വരുന്നുണ്ട്, അതും നമ്മൾ തൗഹീദിൽ വരിക എന്നുള്ളതാണ്. സനാതനധർമ്മം ഇതൊന്നുമല്ല, അവരവരുടെ കർമ്മങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ കർമ്മം അനുസരിച്ചിട്ടാണെങ്കിൽ നമുക്ക് തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടും, നരകശിക്ഷ അനുഭവിക്കണം. അവന് വീണ്ടും അവസരം കൊടുക്കും, അവന് ചിന്തിക്കാൻ, പ്രവർത്തിക്കാൻ വീണ്ടും അവസരമുണ്ട്. ജന്മങ്ങളുടെ ഒരു പരമ്പര തന്നെ ഉണ്ട്, അത് തുടർച്ചയായിട്ട് അങ്ങ് പോകും. അവൻ നല്ലതാവുന്നത് വരെ, മോക്ഷം പ്രാപിക്കുന്നവരെ. സ്വർഗം എന്നൊരിത് താൽക്കാലികമാണ്, ഒരാൾ കയ്യിലെ കാശ് കൊണ്ട് സുഖിക്കുന്ന പോലെ, അത്രയേ ഉള്ളൂ. പുണ്യം തീരുമ്പം വീണ്ടും ജന്മം കിട്ടും. പാപവും അതുപോലെ തന്നെ, നരകശിക്ഷ പാപം തീരുന്നതുവരെ. അതിനുശേഷം അവൻ വീണ്ടും ജനിക്കും. അവൻ ആ ജനന മരണങ്ങളിലൂടെ കടന്നുപോയി അവൻ ശുദ്ധീകരിക്കപ്പെട്ട് മോക്ഷം നേടണം എന്നുള്ളതാണ് സനാതനധർമ്മത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം. ലോകത്ത് ഉള്ള മറ്റു മതങ്ങൾക്കെല്ലാം തന്നെ ഏകദൈവ വിശ്വാസമാണ്. മറ്റ് പല മതങ്ങളിലും അങ്ങനെയാണ്. നമ്മുടെ ഹിന്ദുധർമ്മത്തിലാണെങ്കിൽ ഇപ്പോൾ 30 കോടി ദേവതകളെ പറയുന്നു. എന്നാൽ സനാതനധർമ്മം ആചരിച്ചു വരുമ്പോൾ നമുക്കത് ഏകദൈവത്തിലേക്ക് കാണാൻ കഴിയും. കാര്യം ബ്രഹ്മം എന്നുള്ളൊരു തത്വത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും. അങ്ങനെയെങ്കിൽ ഏകദൈവ വിശ്വാസമെല്ലാം തന്നെ സനാതനധർമ്മത്തിൽ വന്നു ചേരേണ്ടതാണോ? തീർച്ചയായും. സനാതന ധർമ്മപ്രകാരം ഇതെല്ലാം തന്നെയും ഒന്നാണ്. ബ്രഹ്മം അത് തന്നെയാണ് നമ്മളീ കാണുന്നതെല്ലാം. ഞാൻ നീ എന്ന ഭേദമില്ല. പക്ഷേ അത് അനുഭവത്തിലെത്തണം, തത്വത്തിൽ അറിഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ തീ എന്ന് എഴുതി പഠിച്ചത് കൊണ്ടായില്ല, തീ തൊട്ട് അറിയണം അതെന്താണെന്ന്, അത് അനുഭവം. അതുപോലെ ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കുക, അതുവരെയാണ് നമ്മുടെ യാത്ര മുഴുവൻ, ജന്മമരണങ്ങളെല്ലാം. സാക്ഷാത്കരിച്ചവന് പിന്നെ മരണമില്ല, ജനനമില്ല, അവൻ ബ്രഹ്മമായി കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ മറ്റു മതങ്ങളിൽ ഈ ഒരു സങ്കല്പം വരില്ല. കാരണം അത് ഒരു ചെറുകഥ പോലെയാണ്. ഒരു സൃഷ്ടി, ഒരു സ്ഥിതി, സംഹാരം, അതോടുകൂടി നിത്യനരകം, നിത്യസ്വർഗം, അവിടെ കഴിഞ്ഞു. നമുക്കങ്ങനെ ഒരു നിത്യസ്വർഗവും ഇല്ല, നിത്യനരകവും ഇല്ല. നമുക്കുള്ളത് മോക്ഷമാണ് അവസാനത്തത്. ഇടയ്ക്കുള്ളത് പോയി വരാനുള്ള സ്ഥലങ്ങൾ മാത്രം. ശിക്ഷ അനുഭവിക്കുക, ജയിലിൽ നിന്ന് തിരിച്ചു വരിക, നല്ല വാതിൽ നടക്കാം, ഇല്ലെങ്കിൽ തെറ്റായ പാത നടക്കാം, വീണ്ടും ജയിൽ ശിക്ഷ അനുഭവിക്കാം. അല്ല, സ്വർഗത്തിൽ പോയിട്ട് വരുന്നു, പുണ്യവാനാണ്, അടുത്ത ജന്മം കിട്ടുന്നു, തെറ്റ് ചെയ്താൽ അവൻ ശിക്ഷിക്കപ്പെടും. രാവണനെ മാത്രം നോക്കിയാൽ മതി. മഹാദേവൻ്റെ കടുത്ത ഭക്തനാണ്, പക്ഷേ രാമൻ്റെ കൈകൊണ്ട് മരിച്ചു. എന്തുകൊണ്ട് മഹാദേവൻ തടയാൻ വന്നില്ല? തെറ്റ് ചെയ്തു, ശിക്ഷ അനുഭവിക്കണം. എത്ര വലിയ ഭക്തനാണെങ്കിലും ആരെ ആരാധിച്ചാലും തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടും. അത് സിമ്പിളായിട്ട് പുള്ളി പറഞ്ഞു തരികയാണ്, പറയാതെ. തീർച്ചയായിട്ടും നമ്മുടെ ലൂസിഫർ സിനിമയിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ, ഇത്തരം സിനിമയിലൂടെ സാത്താനെ സൂപ്പർ ഹീറോ ഒക്കെ ഇല്ലേ
അങ്ങനെ പറയാൻ പറ്റില്ല. എന്നാലും സാത്താൻ്റെ അല്ലെങ്കിൽ ലൂസിഫറിൻ്റെ കഥ നമ്മൾ നോക്കിയാൽ, നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ആകർഷണം തോന്നും. കാരണം ദൈവത്തിനോട് നിഷേധം കാണിച്ചു എന്നതാണ് അദ്ദേഹത്തിൻ്റെ കുറ്റം. ദൈവം കാരുണ്യവാനാണെങ്കിൽ ക്ഷമിക്കാമായിരുന്നു. എൻ്റെ മകൻ തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ ഞാൻ അടിച്ചു ഓട്ടിക്കൂ? ഒരിക്കലുമില്ല. തെറ്റ് തിരുത്തും, അടി കൊടുക്കും ചിലപ്പോൾ, പക്ഷേ അവനെ തിരുത്തി വീണ്ടും നേർപാതയിൽ കൊണ്ടുവരും. അപ്പം ചെകുത്താനോട് അത് കാണിച്ചത് ക്ഷമിക്കാമായിരുന്നു, തെറ്റ് തിരുത്താമായിരുന്നു. ഒന്ന്, അവർ തമ്മിലുള്ള മത്സരത്തിൽ ആദം പോലുള്ളവർ കഷ്ടപ്പെടുന്നു. അപ്പോൾ അതൊരു ഇതല്ല. പക്ഷെ അദ്ദേഹത്തിന് നമ്മൾ കാണുമ്പോൾ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ ഒരു അടിമയായി നിൽക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല. അനത് ഇതിനിടയിൽ ഒന്ന് ചോദിക്കുകയാണ്, ഈ ലൂസിഫർ മാലാഖയ്ക്ക് ഭാര്യയുണ്ടെന്ന് പറയുന്നു, അതെങ്ങനെ ഭാര്യയുണ്ടോ? ലൂസിഫറിന് ഒരു ഭാര്യയുണ്ട്. അതൊരു തമാശയും കൂടെയാണ്. അതായത് ലൂസിഫറിൻ്റെ ഭാര്യ എന്ന് നമ്മൾ പദപ്രയോഗമാണ്. അവരുടെ കുടുംബചരിത്രം അല്ലെങ്കിൽ അവർ ഒരുമിച്ച് ജീവിച്ചു, കല്യാണം, അതൊന്നും പറയുന്നില്ല. യഹൂദ വിശ്വാസത്തിൽ അങ്ങനെ ഒരു വിഭാഗം കൂടെ ഉണ്ട്. അതായത് ലിലിത്ത്, ആദമിനെ സൃഷ്ടിച്ച ദൈവം അതുപോലെ മണ്ണിൽ നിന്ന് ലിലിത്ത് എന്ന ഒരു സ്ത്രീയെ കൂടെ സൃഷ്ടിച്ചു, എന്നിട്ട് ഇണയായി കൊടുത്തു. പക്ഷേ ആദം അവളെ കീഴടക്കാൻ, അവൾ ആദത്തിന് അനുസരിച്ച് പോകണം എന്ന വാശിയുള്ള ആളായിരുന്നു. ലിലിത്ത് തികച്ചും സ്വതന്ത്രയായ ഒരു സ്ത്രീയാണ്. അവൾ പറഞ്ഞു, എന്നെയും നിന്നെയും ഒരേ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു, നമ്മൾ തുല്യരാണ്. അപ്പോൾ ബൈബിളിൽ ആദം ഔവ ഇവയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. അപ്പോൾ ആദത്തിൻ്റെ ആദ്യ ഭാര്യ ആയിരുന്നോ ഈ ലൂസിഫറിൻ്റെ? അല്ല, അങ്ങനെ നമുക്ക് തോന്നും. അല്ല, ഈ കഥ മൂടി വെച്ചതാണോ? മൂടി വെച്ചതല്ല, എന്നാൽ മൂടി വയ്ക്കേണ്ടി വന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ക്രിസ്ത്യൻ വിശ്വാസത്തിലോട്ട് വരുമ്പോൾ ഇത് അധികം വരുന്നില്ല. നമ്മൾ ആ പ്രമാണം നോക്കി അറിയാം. ആദ്യം മനുഷ്യൻ സ്ത്രീയും പുരുഷനെ സൃഷ്ടിച്ചു എന്ന് പറയുന്നിടത്ത് അത് രണ്ടും ഒരുമിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, രണ്ടുപേരെ അവിടെ സൃഷ്ടിച്ചിരുന്നു, പക്ഷെ അത് പിന്നെ മൂടി വയ്ക്കേണ്ടി വന്നു. കാരണം ലിലിത്ത് എന്ന വിശ്വാസം ക്രിസ്ത്യൻ വിശ്വാസത്തിൽ വരുന്നില്ല, അഥവാ അധികം ബൈബിൾ പതിപ്പുകൾ വന്നിട്ടില്ല. ഇത് 5-6 നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നു. അതായത് കിട്ടിയ തെളിവനുസരിച്ച് 5-6 നൂറ്റാണ്ടിൽ മുതലാണ് നമുക്ക് ആ തെളിവുകളുള്ളത്. അപ്പം എബ്രായ ബൈബിളിലെ കൊണ്ടെന്ന് പറയുന്നു, അതനുസരിച്ചാണ് ഇതൊക്കെ. അതുപോലെ കബാലിസ്റ്റിക് സോഹർ ആ പുസ്തകത്തിലുണ്ട്, അത് 12-ാം നൂറ്റാണ്ടിൽ ശേഷമാണ്. അപ്പോൾ ഇതിലൊക്കെ ലിലിത്തിനെ കുറിച്ച് പറയുന്നുണ്ട്, അവരുടെ വ്യത്യസ്തമായ കഥകൾ. അതായത് ഒരിടത്ത് പറയുന്നു ആദമിനെയും ലിലിത്തിനെയും ഒരേപോലെ മണ്ണിൽ സൃഷ്ടിച്ചു, അപ്പോൾ താൻ ആർക്കും കീഴടങ്ങില്ല, തുല്യരാണ് എന്ന് സ്ത്രീപക്ഷവാദം അല്ലെങ്കിൽ ഫെമിനിസം. ആദ്യത്തെ ഫെമിനിസ്റ്റ് ആണ്, ആദ്യത്തെ സ്ത്രീയും ആദ്യത്തെ ഫെമിനിസ്റ്റും ലിലിത്താണ്. അപ്പോൾ ലിലിത്ത് അവിടെ നിന്ന് പിണങ്ങി പോകുന്നുണ്ട്. ആദം ദൈവത്തോട് പരാതി പറയുന്നു. അപ്പോൾ ദൈവം പറയും, ശരി, ഞാൻ അവളെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദം പറയുന്നു, അവൾ വരികയാണെങ്കിലും നല്ലത്, ഇല്ലെങ്കിൽ ശിക്ഷയായിട്ട് ദിവസവും 100 മക്കളെ കൊല്ലണമെന്ന് പറയുന്നുണ്ട്, അവളുടെ ലിലിത്തിൻ്റെ. അപ്പോൾ 3 ദൂതന്മാരെ ഇദ്ദേഹം അയക്കുന്നു. ലിലിത്തിനെ ചെങ്കടലിന് മുകളിൽ വെച്ച് ഈ ദൂതന്മാർ പിടിക്കുന്നു. ദൈവത്തിൻ്റെ ദൂതന്മാരാണോ? ദൈവത്തിൻ്റെ ദൂതന്മാർ ചെങ്കടലിന് മുകളിൽ വെച്ചിട്ട് ലിലിത്തിനെ പിടിക്കുന്നു. തിരിച്ചു വരാൻ അഭ്യർത്ഥിക്കുന്നു, അവൾ വരില്ലെന്ന് പറയുന്നു. എത്ര നിർബന്ധിച്ചിട്ടും വരാത്ത ലിലിത്തിനെ അവസാനം ഭീഷണിപ്പെടുത്തുന്നു, നിന്നെ ഇവിടെ മുക്കി കൊല്ലുമെന്ന്. അപ്പോൾ ലിലിത്ത് പറയുന്നത്, എന്നെ സൃഷ്ടിച്ചത് ഗർഭിണികളെയും കുട്ടികളെയും ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ്. അപ്പോൾ പറയുന്നത്, നിനക്ക് ശിക്ഷയായിട്ട് ദിവസം 100 മക്കളെ കൊന്നുകളയും. അപ്പോൾ ലിലിത്തിൻ്റെ മക്കളെല്ലാം ഭൂതങ്ങളാണ്, ലിലിത്തിൻ്റെ സൃഷ്ടിയാണ് ആ ഭൂതം. അപ്പോൾ ലിലിത്തിൻ്റെ മക്കളെല്ലാം ഭൂതങ്ങളാണ്, അവർക്ക് ഒരു പുരുഷൻ്റെ സഹായം വേണ്ട, മക്കളെ സൃഷ്ടിക്കാൻ അവരെ സൃഷ്ടിയാണ്. അപ്പോൾ ലിലിത്ത് ഭൂതങ്ങൾ 100 പേരെ കൊല്ലുന്നതിനോട് യോജിച്ചു, 100 മക്കളെ കൊല്ലാൻ കുഴപ്പമില്ല. പകരം വാക്ക് കൊടുക്കുന്നു, നിങ്ങളുടെ രൂപമോ പേരോ ഏലസിലോ അല്ലാതെയോ കാണുകയോ അല്ലെങ്കിൽ നിങ്ങളെ കുട്ടിയോടൊപ്പം കാണുകയോ ചെയ്താൽ ആ കുട്ടിക്ക് മേൽ എൻ്റെ ഒരു ശക്തിയും ഉണ്ടായിരിക്കില്ല. അല്ല എങ്കിൽ ആൺകുട്ടികൾക്ക് 8 ദിവസം വരെയും ജനിച്ച് 8 ദിവസം വരെയും പെൺകുട്ടികൾക്ക് 20 ദിവസം വരെയും എൻ്റെ ഉപദ്രവം സഹിക്കേണ്ടി വരും എന്നുള്ളതാണ് ലിലിത്തിൻ്റെ വാക്ക്. അപ്പോൾ അത് കേട്ട് ദൂതന്മാർ മടങ്ങിപ്പോന്നു. അതിനുശേഷം ദൈവം ഭാര്യയിൽ നിന്ന് ഹവ്വയെ സൃഷ്ടിച്ച് ആദമിന് കൊടുക്കുന്നു. അപ്പം 2ാം ഭാര്യയാണ് ഹവ്വ, ആദ്യത്തേത് ലിലിത്താണ്. അപ്പോൾ ഈ ലിലിത്തിൻ്റെ സ്വഭാവം കൊണ്ടും ആ രൂപം കൊണ്ടും ഒക്കെ അവളെ ഒരു യക്ഷിയെ ആയിട്ട് നമുക്ക് ഇന്ന് പറയാം. ഇന്നത്തെ ഒരു യക്ഷിയുടെ രൂപം ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അതും ലൂസിഫറിൻ്റെ പ്രവൃത്തികളും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരും മോശക്കാരാണല്ലോ. അപ്പോൾ ഇത് ചേർത്ത് വച്ചിട്ടാണ് ലിലിത്ത് ലൂസിഫറിൻ്റെ ഭാര്യയാണ് എന്ന് പറയുന്നത്. ഇനി വേറൊരു കഥയുണ്ട്, നേരത്തെ പറഞ്ഞ കബാലിസ്റ്റിക് പുസ്തകമായ സോഹർ. അതിൽ പറയുന്നത് ലിലിത്തിനെയും ആദത്തിനെയും ഒരുമിച്ചാണ്, അതായത് ഒരു ശരീരത്തിൽ സൃഷ്ടിച്ചു. സങ്കരമായിരുന്നു, മനുഷ്യനിൽ ആണും പെണ്ണും ഒരു ശരീരത്തിലായിരുന്നു. പിന്നെ ദൈവം അവരെ 2 ആക്കി. എന്നിട്ട് ആദമിൻ്റെ വാരിയിൽ നിന്ന് ഹവ്വയെ സൃഷ്ടിച്ചു. അപ്പോൾ ലിലിത്ത് നിൽക്കെ ഹവ്വ വളരെ സ്നേഹത്തോടു കൂടി ആദമിനോട് പെരുമാറുന്ന കണ്ട് സ്വല്പം ടെൻഷനായിട്ട് ലിലിത്ത് ഇറങ്ങിപ്പോയി എന്നുള്ളതാണ്. അപ്പം സപത്നി എന്നൊരു ഇത് വരുമല്ലോ, ഭർത്താവിനെ വേറൊരു പെണ്ണ് സ്നേഹത്തോടെ നിൽക്കുന്നത് നമുക്ക് സഹിക്കില്ല, സ്വാഭാവികമായിട്ടും പോവും. അങ്ങനെ ലിലിത്ത് പിണങ്ങിപ്പോയി എന്നുള്ളതാണ്.
എന്തായാലും അമേരിക്കൻ നാടുകളിൽ ഒരു മാസികയുണ്ട്, ജൂത സ്ത്രീപക്ഷ മാസിക. അത് ലിലിത്ത് എന്ന പേരിലാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പോഴുമുണ്ടോ? ഇപ്പോഴും ഉണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും ലൂസിഫറിൻ്റെ 2ാം പതിപ്പായ എമ്പുരാൻ ഇറങ്ങുന്ന ഈ അവസരത്തിൽ ഇത്തരം പുസ്തകങ്ങളിലെ വിസ്മരിക്കപ്പെട്ട ആ ഏടുകൾ നമുക്ക് മുന്നിൽ തുറന്നു കാണിച്ചതിന് വളരെയധികം നന്ദി. എൻ്റെ സൃഷ്ടിയല്ല, ഇപ്പോൾ കോഡെക്സ് ഗിഗാസ് എന്നതാണ് ഡെവിൾസ് ബൈബിളിൻ്റെ ശരിയായ നാമം. അതൊരു ലാറ്റിൻ ബൈബിളാണ്, എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ലിലിത്ത് അത് യഹൂദ വിശ്വാസങ്ങളിൽപ്പെട്ടതാണ്, അല്ലെങ്കിൽ അവരുടെ സാഹിത്യ കൃതികളിലുള്ളതാണ്.